വാഴക്കൂമ്പ് കൊണ്ട് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഇന്ന് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഒന്നോ രണ്ടോ എതൾപ്പ് ഞാനൊന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിന് കൊടപ്പൻ, വാഴച്ചുണ്ട്, വാഴക്കൂമ്പ് പല പേരുകളുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ഇതിനകത്ത് കറയുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ തിരുമ്മി വയ്ക്കുന്നത്. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട. ഒരു 10 മിനിറ്റ് അത്ര റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി തോരൻ റെഡിയാക്കി എടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒന്നോ രണ്ടോ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇതുപോലെ നെടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിപ്പം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ അല്പം കൂട്ടി വയ്ക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വേവിച്ച ചെറുപയറാണ്. ചെറുപയറിന് പകരം വൻപയർ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ്. ചെറുപയർ വേവിച്ചെടുക്കുമ്പം ഒരുപാട് അങ്ങ് വെന്ത് പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാനൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നാളികേരം ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടി ഞാനൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വാഴക്കൂമ്പും ചെറുപയറും തോരൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള റെസിപ്പിയാണ്. തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.